മൊത്തത്തിൽ നല്ല പടമാണ്, ഫാമിലി മൂവിയാണ്. അത്യാവശ്യം കുഴപ്പമില്ല, കണ്ടിരിക്കാം. കൽക്കി പോലെ അല്ലേ, ഇതൊരു സ്റ്റോറി ഫിലിമാണ്. ഒരു അഞ്ചാമതൊക്കെ പോലെ ആ ഏകദേശം അതേപോലെ. നല്ല സിനിമ, നല്ല സിനിമ. അഞ്ചാമതൊക്കെ പോലെയാണ്. അല്ല, ഒരു ഡിഫറെന്റ് ക്രൈം ത്രില്ലറായിട്ട് എനിക്ക് തോന്നിയത്. ഇവരെ കണ്ടൊരു ഇൻവെസ്റ്റിഗേഷൻ പാറ്റേണാണ്. ആ ഒരു പാറ്റേൺ ചെറിയ പാറ്റേണിൽ തോന്നി, പക്ഷെ എന്നാലും ഒരു എനിക്കോ ഇതുവരെ അങ്ങനെ ഒരു ഓൾഡ് സ്റ്റൈൽ ഓഫ് മൂവി ടൈപ്പാണ് എനിക്ക് തോന്നിയത്. ഇതുവരെ അങ്ങനെ ടൈപ്പ് ഞാൻ അടുത്തൊന്നും കണ്ടിട്ടില്ല. എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി പടം. ടോവിന് അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. കൊള്ളാം, നല്ല ഡീസന്റ് പടം. ഒരു അഞ്ചാമതൊക്കെ പോലെയാണ്. ഇല്ല, സെഗ്മെന്റ് വ്യത്യാസമുണ്ട്. രണ്ട് സെപ്പറേറ്റ് ഇൻവെസ്റ്റിഗേഷൻ ആയിട്ടാണ് നിൽക്കുന്നത്. ഒരു ഇന്റർവ്യൂല് പഞ്ചൊക്കെ നല്ല 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 രസമാണ്. ഒരുപാട് ഡെക്കറേഷൻസ് ഒന്നുമില്ല, സിമ്പിൾ ആയിട്ട് കഥ പറഞ്ഞു, റിയലിസ്റ്റിക്, നല്ല രസമുള്ള മൂവി. കൊള്ളാം, നല്ല സിനിമയാണ്. ടോവിനോന്റെ ആക്ടിങ് എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്. പോലീസ് കഥാപാത്രം എങ്ങനെയുണ്ട്? എന്താ ടോവിനോന്റെ പോലീസ് കഥാപാത്രം എങ്ങനെയുണ്ട്? ഉഗ്രൻ, നന്നായിട്ടുണ്ട്. നല്ല കണം സിനിമയാണ്. പോലീസ് കഥാപാത്രം എങ്ങനെയുണ്ടായിരുന്നു ടോവിനോന്റെ? നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മള് ഒരു ഇൻവെസ്റ്റിഗേഷൻ ഒരു സസ്പെൻസ് പൂർണ്ണമായിട്ട് നിലനിർത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു എൻഡ് കിട്ടുന്നുണ്ട്. നല്ല റേറ്റിംഗ്, ബെർലിനാണ്, ഒരു സംശയമില്ല. ടിക്കറ്റ് എടുക്കണം. പിന്നെ നല്ല പടമാണ്. രണ്ട് വ്യത്യസ്ത കഥയുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. അതെ, കണ്ടിരിക്കാൻ പറ്റിയ പടം. ഭയങ്കര ഒരു ഡ്രാമ ടൈപ്പാണ്. ഇല്ല, നോർമൽ ഒരു എന്തെങ്കിലും പറഞ്ഞ അന്വേഷണം. നല്ല രസമുണ്ട് പടം കാണാൻ. മ്യൂസിക് എങ്ങനെയുണ്ട്? മ്യൂസിക് കുഴപ്പമില്ല, എല്ലാം നല്ല നേരിട്ടുള്ള ടിക്കറ്റ് എടുക്കാം. ധൈര്യമായിട്ട് കാണാം, കണ്ടിരിക്കാം. ഫാമിലിക്ക് പറ്റും. കൽക്കിക്ക് ശേഷം ഒരു പോലീസ് കഥാപാത്രം തോന്നുന്നു. പോലീസ് കഥാപാത്രം ചേരുന്നുണ്ടോ? നല്ല ഇതായിട്ട്